അടുത്ത ചോദ്യം, ഒരു ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കും? നമുക്കറിയാം ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ക്യൂബ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് ക്യൂബിന്റെ പ്രത്യേകത അല്ലേ? പിന്നെ നമ്മോട് പറഞ്ഞത് ഇതിന്റെ വക്കിന്റെ നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കും? അപ്പോൾ എ എന്നുള്ളത് 2a ആയാൽ വ്യാപ്തം എത്ര വർദ്ധിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി ഈ ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എ ക്യൂബാണ്. ഇതിന്റെ ഒരു വക്ക് ഇരട്ടിച്ചതിന് ശേഷമുള്ള വോളിയം വി ഡാഷ് ഈക്വൽ ടു എന്താണ്? എ ഡാഷ് ക്യൂബാണ്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2a ആണ്. അതായത് 2a ക്യൂബ് ദാറ്റ് ഈസ് 8a ക്യൂബ് ദാറ്റ് ഈസ് 8a ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? വി ആണ്. അത് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ വോളിയം വി ഡാഷ് എന്ന് പറഞ്ഞാൽ 8v ആണ്. ഇതിന്റെ അർത്ഥം എന്താ? വോളിയം 8 മടങ്ങ് വർദ്ധിക്കും. ഓപ്ഷൻ സി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം ഇവ തമ്മിലുള്ള അംശബന്ധം 4:2:5 ആയി വ്യാപ്തം 2560 സെന്റിമീറ്റർ ക്യൂബ് ആയാൽ ഉയരം എത്ര? ഇപ്പൊ എന്താണ് നമ്മൾ തന്നിട്ടുള്ളത്? ഒരു ചതുരക്കട്ടയുടെ നീളം ലെങ്ത് ഈസ്റ്റു വീതി ബ്രെഡ്ത്ത് ഈസ്റ്റു ഉയരം h തന്നിട്ടുണ്ട്. എത്ര? 4:2:5 എന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ വ്യാപ്തം തന്നിട്ടുണ്ട്. വ്യാപ്തം എത്രയാണ്? 2560 സെന്റിമീറ്റർ ക്യൂബ് എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉയരമാണ് നമുക്ക് കാണേണ്ടത്. ഉയരം. അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഇവരുടെ അംശബന്ധം 4:2:5 ആയാൽ നമുക്ക് ലെങ്ത് 4x ആണെങ്കിൽ ബ്രെഡ്ത്ത് 2x ആണ്, ഹൈറ്റ് 5x ആണ്. ഓക്കെ, അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. എന്ന് വെച്ചാൽ 4x ഇൻറ്റു 2x ഇൻറ്റു 5x ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 2560 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ഇൻറ്റു 4x2 8, 8x5 40 ഈക്വൽ ടു 2560. സോ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 2560/40. 0 വെട്ടിയാൽ 2256/4. 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2, 24, 12, 828/2. വീണ്ടും വെട്ടിയാൽ ഇവിടെ 6, 4, 64. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്. നമുക്കറിയാം 64 എന്തിൻ്റെ ക്യൂബാണ്? 4ൻ്റെ ക്യൂബാണ് അല്ലേ? 64 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ക്യൂബാണ്. സോ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. എക്സിൻ്റെ വില കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഉയരമാണ് ചോദിച്ചിട്ടുള്ളത്. എച്ച് എന്ന് പറഞ്ഞാൽ എത്ര? 5x ആണ്. h ഈക്വൽ ടു 5x ആണ്. എക്സിൻ്റെ വില എത്രയാണ്? 4. ദാറ്റ് ഈസ് 5 × 4 എത്ര? 20 സെൻറ്റിമീറ്റർ. 20 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി ആണെന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, 4⁻⁻1/2 ഇൻറ്റു 27⁻⁻1/3 ഇൻറ്റു 36⁻1/2 ഈക്വൽ ടു ഡാഷ്. എന്താണ്? 4⁻⁻1/2 ഇൻറ്റു 27⁻⁻1/3 ഇൻറ്റു 36⁻1/2 ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 4നെ എനിക്ക് 2² എന്ന് എഴുതാം അല്ലേ? 2² all⁻⁻1/2 ഇൻറ്റു 27നെ എനിക്ക് 3³ എന്ന് എഴുതാം. 3³ all⁻⁻1/3 ഇൻറ്റു 36നെ 6² ഇൻറ്റു 1/2. ദാറ്റ് ഈസ് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു, 3യും 3യും ക്യാൻസൽ ചെയ്തു, ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. സോ 2⁻⁻1 ഇൻറ്റു 3⁻1 ഇൻറ്റു 6. ദാറ്റ് ഈസ് 2⁻⁻1 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/3 ഇൻറ്റു 6. ദാറ്റ് ഈസ് 6/2 ഇൻറ്റു 3. ദാറ്റ് ഈസ് 6/6. 6/6 എത്ര? 1. അതിൻ്റെ ആൻസർ എത്രയാണ്? 1. ഓപ്ഷൻ എ ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 750 ആയാൽ 13ാം പദം എത്ര? ഒരു സമാന്തര ശ്രേണിയിലെ 25 പദങ്ങളുടെ തുക
എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാ? 25 പദങ്ങളുടെ തുക S25 750 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ Sn = n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d ആണ് അല്ലേ? അപ്പോൾ ഇവിടെ S25 = 25/2 ഇൻറ്റു 2a + 25 - 1 24d. ഇതെത്രയാണ്? 750 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ രണ്ടിനെ നമ്മൾ ബ്രാക്കറ്റിനകത്തേക്ക് എടുത്താൽ 25 ഇൻറ്റു a + 12d = 750 ഉണ്ടാവും. സോ a + 12d = 750/25. 750നെ 25 കൊണ്ട് വെട്ടിയാൽ നമുക്ക് 30 കിട്ടും. സോ a + 12d എന്ന് പറഞ്ഞാൽ 30 ആണ്. ഈ a + 12d എന്ന് പറഞ്ഞാൽ എന്താ? എത്രാമത്തെ ടേമിൻ്റെ ഇക്വേഷനാണ്? 13ാമത്തെ ടേമിൻ്റെ ഇക്വേഷനാണിത്. നമുക്കറിയാം nth ടേം എന്ന് പറഞ്ഞാൽ a + n-1 ഇൻറ്റു d ആണ്. അപ്പോൾ 13ാമത്തെ പദം എന്ന് പറയുന്നത് a + 12d ആണ്. അതാണ് ഈ തന്നിട്ടുള്ളത്. എത്ര? 30 എന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ 13ാമത്തെ പദം എന്ന് പറയുന്നത് 30 ആണ്. ഓപ്ഷൻ ഡി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്തത് 8 കുട്ടികളുടെ ഉയരങ്ങളുടെ മാധ്യം 152 സെൻറ്റിമീറ്റർ. ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ മാധ്യം 151 സെൻറ്റിമീറ്റർ ആയി. വന്നു ചേർന്ന കുട്ടിയുടെ ഉയരം എത്ര? അപ്പോൾ 8 കുട്ടികളുടെ ഉയരങ്ങളുടെ മാധ്യം എത്രയാണ്? 152 എന്ന് തന്നിട്ടുണ്ട്. ഒരു കുട്ടി കൂടി ചേർന്നാൽ എത്ര കുട്ടികളായി? 9 കുട്ടികളായി ടോട്ടൽ. അവരുടെ മാധ്യം എത്രയായി? 151 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഉയരം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 9 കുട്ടികളുടെ ടോട്ടൽ ഉയരത്തിൽ നിന്ന് ഈ 8 കുട്ടികളുടെ ഉയരം കുറച്ചാൽ നമുക്ക് 9ാമതായി വന്ന ആളുടെ ഉയരം കിട്ടും. ദാറ്റ് ഈസ് 9 ഇൻറ്റു 151 എന്ന് പറഞ്ഞാൽ ഈ 9 കുട്ടികളുടെ ടോട്ടൽ ഉയരം മൈനസ് 8 ഇൻറ്റു 152 എന്ന് വെച്ചാൽ ഈ 8 കുട്ടികളുടെ ടോട്ടൽ ഉയരം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? അപ്പോൾ 9 ഇൻറ്റു 151 ചെയ്താൽ നമുക്ക് കിട്ടുക 1359 കിട്ടും. മൈനസ് 8 ഇൻറ്റു 152 ചെയ്താൽ 1216 കിട്ടും. ദാറ്റ് ഈസ് 143. അപ്പോൾ പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഉയരം എന്ന് പറയുന്നത് 143 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി ആണെന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം ഇവ 5, 7, 12. ഇതിൽ നിന്നും ഉണ്ടാവുന്ന ഏറ്റവും വലിയ ക്യൂബിൻ്റെ ഒരു വക്കിൻ്റെ നീളം എത്ര? അപ്പോൾ നമുക്കൊരു ചതുരക്കട്ടയുണ്ട്. ഇനിഷ്യലി അതിൻ്റെ നീളം, വീതി, ഉയരം തന്നിട്ടുണ്ട്. എത്രയാണ്? 5, 7, 12 എന്ന് തന്നിട്ടുണ്ട്. ഇവയിൽ നിന്നും ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബിൻ്റെ ഒരു വക്കിൻ്റെ നീളം. അപ്പോൾ ഇതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ സെയിം ആയിട്ട് വരുന്ന ഏറ്റവും വലിയ ക്യൂബ് എന്ന് പറയുന്നത് 5, 5, 5 പറ്റുള്ളൂ. ഏറ്റവും വലുത്. ഓക്കെ. കാരണം 5നേക്കാട്ടിലും കൂടിയാൽ ലെങ്ത്ത് ഇവിടെ ആകെ 5 ഉള്ളൂ. അപ്പോൾ ലെങ്ത്ത് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ അതൊരു ക്യൂബായി മാറില്ല. അപ്പോൾ നമ്മൾ ആൻസർ 5 ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം 12 സെൻറ്റിമീറ്റർ ആയാൽ 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം എത്ര? അപ്പോൾ നമ്മളെ ത്രികോണം ഒരു മട്ടത്രികോണമാണെന്ന് മനസ്സിലായി നമുക്ക്. കാരണം എന്താ? 1 ഡിഗ്രി 90 ഡിഗ്രിയാണ്. അപ്പോൾ അതൊരു മട്ടത്രികോണമാണ്. നമ്മളെ ത്രികോണം ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് 90 ഡിഗ്രി. ഈ ഡിഗ്രി 60 ഡിഗ്രിയാണ്. ഇത് 30 ആയിട്ടും സങ്കല്പിക്കുക. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഇത് കർണമാണ്. ഓക്കെ. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. ഇത് എക്സ് ആക്കി എടുത്താൽ നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മളിതൊരു മട്ടത്രികോണം ആയതുകൊണ്ട് തന്നെ സൈൻ 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എതിർവശം എന്ന് പറയുമ്പോൾ എക്സ് ഡിവൈഡ് ബൈ കർണം എത്ര? 12. സോ എക്സ് ഈക്വൽ ടു 12 സൈൻ 60. ദാറ്റ് ഈസ് 12 ഇൻറ്റു സൈൻ 60 എത്ര? √3/2 ആണ്. അപ്പോൾ ഈ 2ഉം 12ഉം വെട്ടിക്കഴിഞ്ഞാൽ 6√3. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ്? 6√3. അതായത് 60 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്
6√3. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സ്ഥലത്ത് നിന്ന് ഹരി കിഴക്കോട്ടും വിമൽ തെക്കോട്ടും ലംബമായി നടന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരി 6 കിലോമീറ്ററും വിമൽ 8 കിലോമീറ്റർ നടന്നു. എങ്കിൽ അവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഹരിയും വിമലും, ഹരി കിഴക്കോട്ടും നടന്നു, വിമൽ തെക്കോട്ടും നടന്നു. ഓക്കെ, 1 മണിക്കൂർ നടന്നപ്പോൾ ഹരി 6 കിലോമീറ്റർ നടന്നു, വിമല് 8 കിലോമീറ്റർ നടന്നു. എങ്കിൽ അവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, അതിപ്പോൾ ഇപ്പോൾ വിമൽ ഇവിടെയാണ്, ഹരി ഇവിടെയാണ്. ഇവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഡിസ്റ്റൻസാണ്. അപ്പോൾ ഇത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതൊരു മട്ടത്രികോണാണ് അല്ലേ? ഇതിങ്ങനെ ഒരു മട്ടത്രികോണല്ലേ? അപ്പോൾ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ദാറ്റ് ഈസ് 36 + 64 എത്ര 100. അപ്പോൾ ഡി സ്ക്വയർ എത്രയാണ്? 100. സോ ഡി എത്ര? 10. അപ്പോൾ അവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 10 കിലോമീറ്ററാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, അമ്മുവിൻ്റെ വയസ്സിൻ്റെ 6 മടങ്ങാണ് അമ്മുവിൻ്റെ അമ്മയുടെ പ്രായം. 6 വർഷം കഴിയുമ്പോൾ അമ്മുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാകും അമ്മയുടെ പ്രായം. എങ്കിൽ അമ്മുവിൻ്റെ വയസ്സ് എത്ര? അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അമ്മുവിൻ്റെ വയസ്സിൻ്റെ 6 മടങ്ങാണ് അമ്മുവിൻ്റെ അമ്മയുടെ പ്രായം. അതായത് അമ്മുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് അമ്മയുടെ വയസ്സിൻ്റെ 6 മടങ്ങ് എന്ന് പറഞ്ഞാൽ അമ്മുവിൻ്റെ വയസ്സ് മദറിൻ്റെ വയസ്സിൻ്റെ 6/1. 6 വർഷം കഴിയുമ്പോൾ അമ്മുവിൻ്റെ വയസ്സ് A+6. അമ്മയുടെ വയസ്സിൻ്റെ 6 വർഷം കഴിയുമ്പോൾ അമ്മുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാകും അമ്മയുടെ പ്രായം. അപ്പോൾ അമ്മയുടെ പ്രായം 6 വർഷം കഴിയുമ്പോൾ M+6 ആണ്, /3. 3/1 അമ്മുവിൻ്റെ പ്രായം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അമ്മുവിൻ്റെ പ്രായം എത്ര എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ 3നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ 3a + 18 = M+6 ആണ്. അതായത് 3a + ഈ 6 അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ 12 ആവും, =M. M എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് M = എന്ത് എഴുതാം? 6a എന്ന് എഴുതാം. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3a + 12 = 6a. ഈ 3a അങ്ങോട്ട് കൊണ്ടുപോയാൽ 6a 3a പോയാൽ പിന്നെ ഇവിടെ 3a ഉണ്ടാവും, 12 = 3a. ഈ 3നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ a = 12/3 എത്ര? 4. സോ അമ്മുവിൻ്റെ പ്രായം എത്രയാണ്? 4. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകൾ തുറന്നു വച്ചിരിക്കുന്നു. 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഒന്നാമത്തെ പൈപ്പ് മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് നിറയും. എങ്കിൽ രണ്ടാമത്തെ ടാപ്പ് മാത്രം തുറന്നു വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് നിറയും? അപ്പോൾ ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പൈപ്പ് എക്സും രണ്ടാമത്തെ പൈപ്പ് വൈയുമായിട്ട് എടുത്താൽ രണ്ടും പാടെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ഫില്ലാവും? 6 മിനിറ്റ് കൊണ്ട് ഫില്ലാവും. പിന്നെ പറഞ്ഞു നമ്മളോട് ഒന്നാമത്തെ പൈപ്പ് മാത്രം തുറന്നു വെച്ചാൽ, അതായത് എക്സ് മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? ഫില്ലാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറന്നു വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് ഫില്ലാവും എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 പൈപ്പും തുറന്നു വെച്ചാൽ 6 മിനിറ്റ് കൊണ്ട് ഫില്ലാവും. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് എക്സും വൈയും എത്ര ഫില്ലാക്കും? എക്സ് + വൈ ഇൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയത്തിൻ്റെ 6/1. എക്സ് 10 മിനിറ്റ് കൊണ്ട് ഫില്ലാക്കും. അപ്പോൾ എക്സ് 1 മിനിറ്റ് കൊണ്ട് എത്ര ഫില്ലാക്കുക? എക്സ് 1 മിനിറ്റ് കൊണ്ട് ഫില്ലാക്കുന്നത് ടോട്ടൽ വോളിയത്തിൻ്റെ 10/1. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് എക്സും വൈയും ഫില്ലാക്കുന്നത് 1/6 ആണ്. അപ്പം ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാണ്. എക്സ് 1 മിനിറ്റ് കൊണ്ട് ഫില്ലാക്കുന്നത് പ്ലസ് വൈ 1 മിനിറ്റ് കൊണ്ട് ഫില്ലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയത്തിൻ്റെ 1/6 ആണ്. അതിൽ എക്സ് 1 മിനിറ്റ് കൊണ്ട് ഫില്ലാക്കുന്നത് 1/10 ആണ്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/10 പ്ലസ് വൈ 1 മിനിറ്റ് കൊണ്ട് ഫില്ലാക്കുന്നത് = 1/6 ആണ് അല്ലേ? അപ്പോൾ വൈ 1 മിനിറ്റ് കൊണ്ട് ഫില്ലാക്കുന്നത് കാണാൻ ഈ 1/10 അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ 1 മിനിറ്റ് കൊണ്ട് ഫില്ലാക്കുന്നത് = 1/6 മൈനസ് 1/10. ഇത് എത്ര കിട്ടുക? 10 - 4 10 - 6 4/10 4/10 × 6 60. അപ്പോൾ അത് 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 30 വരും, ഇവിടെ 2 വരും, വീണ്ടും വെട്ടിയാൽ
1/15 വരും. അതായത് y 1 മിനിറ്റ് കൊണ്ട് ഫില്ലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയത്തിൻ്റെ 1/15 ആണ്. അപ്പോൾ y മാത്രം തുറന്നു വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് ഫില്ലാവും? 15 മിനിറ്റ് കൊണ്ട് ഫില്ലാവും. 15 മിനിറ്റ് കൊണ്ടാണ് y മാത്രം, അതല്ലെങ്കിൽ രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറന്നു വെച്ചാൽ. അപ്പോൾ ഓപ്ഷൻ സി 15 ആണ് എന്ത് ആൻസർ. അടുത്ത ചോദ്യം, 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ എത്ര? ഒരു മാസത്തെ പലിശ. ഓക്കെ, അപ്പോൾ 30,000 രൂപ 8% പലിശ നിരക്കിൽ ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പലിശ എന്ന് പറഞ്ഞാൽ 30,000-ൻ്റെ 8%. 30,000-ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 30,000 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 8. 0 വെട്ടി 300 ഇൻറ്റു 8 എത്ര കിട്ടുക? 24,000. 2,400 ആണ് അല്ലേ 8%. അപ്പോൾ ഒരു വർഷം കൊണ്ട് 2,400 ഇൻട്രസ്റ്റ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഒരു മാസത്തേക്കാണ്. അപ്പോൾ ഒരു മാസത്തേക്ക് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 മന്തിന് കാണാൻ വേണ്ടിയിട്ട് 2,400 ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതി. അപ്പോൾ ഒരു മാസത്തെ പലിശ കിട്ടും. 12 എടുത്താൽ ഇവിടെ 12 24 ഇവിടെ 2, അതായത് 200 രൂപയാണ്. ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 200 രൂപയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 45 ഇൻറ്റു റൂട്ട് ഓഫ് 40 ഇൻറ്റു റൂട്ട് ഓഫ് 25 ഇൻറ്റു റൂട്ട് ഓഫ് 16. 45 ഇൻറ്റു 40 ഇൻറ്റു 25 ഇൻറ്റു 16. റൂട്ടുകൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ വിലയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ റൂട്ട് കണ്ടു പോവാം. ഓക്കെ, 16ൻ്റെ റൂട്ട് എത്രയാണ്? 16ൻ്റെ റൂട്ട് 4. അപ്പോൾ ഇവിടെ 4 എഴുതാം. 4 ഇൻറ്റു 25 എത്ര? 100 ആണ്. എത്രയാണ്? 100. 100ൻ്റെ റൂട്ട് എത്രയാണ്? 100ൻ്റെ റൂട്ട് 10 ആണ്. 100ൻ്റെ റൂട്ട് എത്രയാണ്? 10. 10 ഇൻറ്റു 40 400. 10 ഇൻറ്റു 40 400. 400ൻ്റെ റൂട്ട് എത്രയാണ്? 20. 400ൻ്റെ റൂട്ട് 20. 400ൻ്റെ റൂട്ട് 20. സോ 20 ഇൻറ്റു 45. 20 ഇൻറ്റു 45 900 ആണ്. എത്ര? 900. അപ്പോൾ റൂട്ട് 900 എത്ര? 30 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ 30 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, മോഡ് x+1 ഈക്വൽ ടു മോഡ് x-3 ആയാൽ x എത്ര? മോഡ് x+5 ഈക്വൽ ടു മോഡ് x-3 ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം. ഇങ്ങനെ ഇട്ടാൽ നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, സൈൻ എടുക്കണ്ട. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് -1, 1, -2, 2 ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഓരോ ഓപ്ഷൻസും ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇവിടെ -1 ഇട്ട് കൊടുത്താൽ ഇതെങ്ങനെ വരിക? -1 + 5 മോഡ് ഈക്വൽ ടു -1 -3 മോഡ് ഇങ്ങനെ വരിക. -1 + 5 എന്ന് പറയുമ്പോൾ 4 ആണ് വരിക, മോഡ് 4. -1 -3 എന്ന് പറഞ്ഞാൽ -4ൻ്റെ മോഡ്. അപ്പോൾ ഇതിൻ്റെ വില 4 ആണ്. ഇതിൻ്റെ വില എത്രയാണ്? 4. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ്? -1 തന്നെയാണ്. ഓപ്ഷൻ എ. മറ്റുള്ള ഓപ്ഷൻസ് പിന്നെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ തുക 25, അവയുടെ വ്യത്യാസം 5. സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എത്ര? അപ്പോൾ സംഖ്യകൾ ഞാൻ എക്സും വൈയും ആക്കി എടുത്താൽ 2 സംഖ്യകളുടെ തുക x+y എത്രയാണ്? 25 എന്ന് തന്നിട്ടുണ്ട്. അവയുടെ വ്യത്യാസം, അതായത് x - y എത്രയാണ്? 5 ആണ്. അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ് നമുക്ക് കാണേണ്ടത്, അതായത് x² - y² ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് a² - b² ഫോമാണ്. a² - b² എന്ന് പറഞ്ഞാൽ a + b ഇൻറ്റു a - b അല്ലേ? അതായത് x+y ഇൻറ്റു x - y ഇതാണ് നമുക്ക് കാണേണ്ടത്. x+y എത്ര? 25 ഇൻറ്റു x - y എത്ര? 5. 25 ഇൻറ്റു 5 എത്ര? 125. അപ്പോൾ ആൻസർ 125. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 3, 16, 25, 9 ഇതിൽ ഒറ്റയാൻ ഏത്? 3, 16, 25, 9 ഇതിൽ ഒറ്റയാൻ ഏത്? അപ്പോൾ നമ്മളിത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, പ്രൈം നമ്പർ നോക്കുകയാണെങ്കിൽ 3 മാത്രമാണ് ഇതിൽ പ്രൈം നമ്പർ. 16ഉം 25ഉം 9ഉം ഒന്നല്ല പ്രൈം നമ്പർ അല്ല. അതല്ലെങ്കിൽ മറ്റൊരു മാർഗം 16 എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയറാണ്. 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയറാണ്. 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയറാണ്. 3 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് 3നെ സെലക്ട് ചെയ്യാം.
അപ്പോൾ 3 ആണ് ഇവിടെ ഒറ്റ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 3m ഈക്വൽ ടു 729 എങ്കിൽ 3m - 2 ഈക്വൽ ടു വാട്ട്? 3m എന്ന് പറഞ്ഞാൽ 729 ആണ്. അങ്ങനെയാണെങ്കിൽ 3m - 2 എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഈ 3m - 2നെ എനിക്ക് 3m ഡിവൈഡഡ് ബൈ 3/2 എന്ന് എഴുതാം. 3m ഡിവൈഡ് ബൈ 3/2 ആണ് 3m - 2. അപ്പോൾ ഇവിടെ 3m ഉണ്ട്, ഡിവൈഡഡ് ബൈ 3/2 ചെയ്താൽ നമുക്ക് 3m - 2 കിട്ടി ഇവിടെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 3m - 2 ഈക്വൽ ടു 729 ഡിവൈഡ് ബൈ 3² ഞാൻ 3 × 3 എന്ന് എഴുതുക. എന്നിട്ട് 3നെ വെട്ടിയാൽ 72 24, പിന്നെ 9 3, 243 വരും. വീണ്ടും 3 കൊണ്ട് വെട്ടിയാൽ 24 8, 3 1. അപ്പോൾ ആൻസർ 81 ആണ് വരിക. 3m - 2 എന്ന് പറഞ്ഞാൽ ആൻസർ 81. ഓക്കെ, ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. x = 1/2, y = 1/3 ആയാൽ x + y ഡിവൈഡഡ് ബൈ x × y എത്ര? x = 1/2 ആണ്, y = 1/3 ആണ്. നമുക്ക് കാണേണ്ടത് x + y ഡിവൈഡ് ബൈ x × y ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ x + y ഡിവൈഡ് ബൈ x × y എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ എക്സ്പ്രഷനാണ്? 1/x + 1/y എക്സ്പ്രഷനാണ്. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കൂ. y × 1 y + x, x + y ഡിവൈഡ് ബൈ xy ആണ്. ഓക്കെ, അപ്പോൾ 1/x എന്ന് പറഞ്ഞാൽ x = 1/2 ആണെങ്കിൽ 1/x എന്ന് പറഞ്ഞാൽ 2 ആണ്. അതേപോലെ തന്നെ 1/y എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/xൻ്റെ സ്ഥാനത്ത് 2 + 1/yൻ്റെ സ്ഥാനത്ത് 3, 2 + 3 5. അപ്പോൾ x + y ഡിവൈഡ് ബൈ x × y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ.